COA സംസ്ഥാന ചാനൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക ചാനലുകളുടെ ഉടമകളെ പങ്കെടുപ്പിച്ച് നടത്തിയ കൺവെൻഷൻ ശ്രദ്ധേയം. ചർച്ചയായത് പ്രാദേശിക TV ചാനലുകൾ നേരിടുന്ന വെല്ലുവിളികൾ. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 3-ന് എറണാകുളം COA ഭവനിലായിരുന്നു സമ്മേളനം. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് കുമാർ പ്രാദേശിക ചാനലുകൾ നേരിടുന്ന വെല്ലുവിളികൾ വിശദീകരിച്ചു. അതിനപ്പുറത്ത് ഞാൻ കാണുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ചാനലുകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി. ഒരു ഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഇത്തരം ചാനലുകളൊക്കെ വളരെ ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന ചാനലുകളാണ്. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിവിധ തലങ്ങളിലാണ്. ചില സ്ഥലങ്ങളിൽ അത് പൊതു സംവിധാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുണ്ട്. ചിലത് അതിൽ തന്നെ സ്വകാര്യമായി ഓപ്പറേറ്റർമാർ നടത്തുന്ന ചാനലുകളുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ ഇത് പുറം കരാറ് കൊടുത്തുകൊണ്ട് നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലാണ് ചാനലുകൾ നടന്നു വരുന്നത്. പൊതുവിൽ നിന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് മിക്കവാറും എല്ലാ ചാനലുകളും ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പണ്ട് പ്രാദേശിക വാർത്തകൾ കേൾക്കുന്നതിനും കാണുന്നതിനൊക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ലോക്കൽ ചാനലുകളായിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ ഒന്നിൽ കൂടുതൽ നവമാധ്യമങ്ങൾ അതിൽ നമ്മുടെ പ്രാദേശിക കണ്ടന്റുകൾ സുലഭമായി ലഭിക്കാൻ തുടങ്ങി. യോഗത്തിൽ COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ചാനൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പ്രജീഷ് അച്ചാണ്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജ്മോഹൻ, ഷുക്കൂർ കോളിക്കര, ചാനൽ കോർഡിനേഷൻ സബ് കമ്മിറ്റി അംഗവും കുട്ടനാട് കേബിൾ വിഷൻ ഡയറക്ടറുമായ സുമേഷ് കോയിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. AITUC CITU യൂണിയനുകൾ സംയുക്തമായി ആലപ്പുഴയിൽ മെയ് ദിനാചരണം സംഘടിപ്പിച്ചു. നഗരത്തിൽ നടത്തിയ റാലിയിലും സമ്മേളനത്തിലും നിരവധി തൊഴിലാളികളാണ് അണിനിരന്നത്. തൊഴിലാളി വർഗം നിലനിൽപ്പിനായുള്ള പോരാട്ടപാതയിലാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ MP CS സുജാത റാലിക്ക് ശേഷം TV തോമസ് സ്മാരക ടൗൺ ഹാളിന് സമീപം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തൊഴിലാളികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും വിവേചനങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായി, കാരണം ഈ 8 മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളി അവന്റെ ദീർഘകാലമായുള്ള പരിശ്രമത്തിന്റെ ഫലമായി കിട്ടിയ ആനുകൂല്യം പോലും ലോകത്തിന്ന് പല രൂപത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം തൊഴില്, കരാർ, കാഷ്വൽ, കോൺട്രാക്ട് അല്ലെങ്കിൽ അപ്രന്റീസ് ആ രൂപത്തിൽ മാറുന്നു. സംഘടിക്കാൻ കഴിയില്ല, സംഘടിച്ചാൽ പണി പോകും. പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും വലിയ കുറവാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിൽ AITUC ജില്ലാ പ്രസിഡന്റ് V. മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ P. ഗാനകുമാർ, DP മധു, R. അനിൽകുമാർ, PP പവനൻ, VS മണി, AM ഷിറാസ്, KR ഭഗീരഥൻ, KH ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. AITUC ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. സംഘടനാ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ജോൺ V. ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി ടൗൺ ചുറ്റി റാലി നടത്തിയതിനു ശേഷം മുനിസിപ്പൽ ജംഗ്ഷനിലായിരുന്നു സമ്മേളനം. സമ്മേളനത്തിൽ AITUC മണ്ഡലം പ്രസിഡന്റ് KT തോമസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് K. മാധവൻ പിള്ള, MR രഘുദാസ്, ഷാജി ജോർജ്, ഷേർലി ഹരികൃഷ്ണൻ, PS രാജേഷ്, K. രഞ്ജിത്ത്, K. ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തെമ്പാടും തൊഴിലാളികൾക്ക് അതിശക്തമായ പോരാട്ടത്തിന്റെ പാതകൾ സാർവദേശീയ തലത്തിൽ സാമ്രാജ്യത്വ പക്ഷപാതിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സകലമായ മനുഷ്യരെയും ചൂഷണം ചെയ്യാനുള്ള എല്ലാ കരുനീക്കങ്ങളുമായാണ് മുതലാളിത്ത ലോകം അതിന്റെ ദുരന്തപൂർവമായ അധികാരത്തിലേറി 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു. BJP നേതാക്കന്മാർ തന്നെ കള്ളപ്പണത്തിന്റെ സൂക്ഷിപ്പുകാരായി മാറിയിരിക്കുകയാണെന്ന് ചന്ദ്രബാബു വിമർശനം ഉന്നയിച്ചു.
കർഷകർക്ക് ഉൽപാദന ചെലവിന്റെ പകുതി കൂടി ചേർത്ത് ഉൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വില നൽകും. വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കള്ളപ്പണം കണ്ടെടുത്ത് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നൽകും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് 10 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞതെന്ന് CB ചന്ദ്രബാബു ഓർമ്മിപ്പിച്ചു. CITU, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ നടത്തിയ മെയ്ദിന റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളപ്പണം നിയന്ത്രിക്കാനെന്നുള്ള പേരിൽ നോട്ട് നിരോധനം നടപ്പിലാക്കി, അതുപോലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡിജിറ്റൽ ഇക്കണോമി പ്രാവർത്തികമാക്കി. പക്ഷേ കള്ളപ്പണം കണ്ടുകെട്ടാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 480 കോടി രൂപയാണ് ഈ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് BJP നേതാക്കന്മാരുടെ അടക്കം കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിക്കാൻ കൊണ്ടുപോകുന്നതാണ്. 4 കോടി രൂപയുമായിട്ട് തമിഴ്നാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയാണ് കൈയോടെ പിടിച്ചത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹനം സെർച്ച് ചെയ്തപ്പോൾ 4 കോടി രൂപയുമായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ചെലവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ BJP നേതാക്കന്മാർ തന്നെ കള്ളപ്പണത്തിന്റെ സൂക്ഷിപ്പുകാരായി, കാവൽക്കാരായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എല്ലാം അതിന്റെ ഭാഗമാണ്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. കൃഷിക്കാർക്ക് നൽകിയ വാഗ്ദാനമാണ് ന്യായമായ കാർഷിക ഉൽപ്പന്ന സംഭരണം, ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില. അത് നടപ്പാക്കാതെ വരികയും നിലവിലുള്ള സംവിധാനം തന്നെ തകർക്കുകയും ചെയ്യാൻ കാർഷിക നിയമ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഇന്ത്യയിലെ കൃഷിക്കാർ ഒറ്റക്കെട്ടായി സമരരംഗത്ത് അണിനിരന്നതും. കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്കെതിരായ നയങ്ങളാണ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും ചന്ദ്രബാബു പറഞ്ഞു. കള്ളപ്പണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് BJP നേതാക്കൾ കള്ളപ്പണത്തിന്റെ കാവൽക്കാരായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. സമ്മേളനത്തിൽ AITUC കുട്ടനാട് മണ്ഡലം സെക്രട്ടറി KV ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KK അശോകൻ, KS അനിൽകുമാർ, G ഉണ്ണികൃഷ്ണൻ, B ലാലി, P സജിമോൻ, കൃഷ്ണലത, K കമലാദേവി, KG അരുൺകുമാർ, KR പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. AIUTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിനാചരണം നടത്തി. റാലിക്ക് ശേഷം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ചേർന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. സീതിലാൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്ന അതേ നയങ്ങൾ തന്നെയാണ് ഇടതുപക്ഷ സംസ്ഥാന സർക്കാരും തുടരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ S. സീതിലാൽ പറഞ്ഞു. മണ്ണൊലിച്ചു പോകുന്നതിൽ നമ്മുടെ അവകാശങ്ങൾ ഒന്നൊന്നായി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ 8 മണിക്കൂർ ജോലിക്ക് വേണ്ടി ഒരു നൂറ്റാണ്ടിന് മുമ്പ് അമേരിക്കയിലെ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലൂടെയാണ് ആ 8 മണിക്കൂർ ജോലി എന്നുള്ള മുദ്രാവാക്യം നേടിയെടുക്കുന്നതിന് തുടക്കം കുറിച്ചത്. പിന്നീട് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകമെമ്പാടും ഈ 8 മണിക്കൂർ ജോലി എന്നുള്ള അംഗീകരിക്കപ്പെട്ടതെന്നുള്ള കാര്യം, ആ വസ്തുതയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നിപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഇന്ന് ലോകരാജ്യങ്ങളൊക്കെ ഈ 8 മണിക്കൂർ ജോലി എന്നുള്ള അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ ശ്രീമാൻ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, പാർലമെന്റിൽ പാസാക്കിയെടുത്ത ആ ലേബർ കോഡുകൾ, ഏതാണ്ട് ഇന്ത്യയിലെ 44ഓളം വരുന്ന തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിലൂടെ എന്താണ് സംഭവിച്ചത്? 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂർ വരെയാക്കി മാറ്റിയിരിക്കുക. സമ്മേളനത്തിൽ AIUTUC ജില്ലാ പ്രസിഡന്റ് KR ശശി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PR സതീശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് MA ബിന്ദു, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NK ശശികുമാർ, കേരള മത്സ്യബന്ധന തൊഴിലാളി യൂണിയൻ ജില്ലാ നേതാക്കളായ K പ്രതാപൻ, പ്രണീഷ് വള്ളക്കാലിൽ, സനൽകുമാർ മേൽപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. വൻ സാമ്പത്തിക തട്ടിപ്പിനിരയായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK ശ്രീദേവി അമ്മ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി തട്ടിപ്പ് സംഘത്തെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. മാതൃകാപരമായ പൊതുപ്രവർത്തനം കാഴ്ചവെച്ച നേതാവായിരുന്നു ശ്രീദേവി അമ്മയെന്നും മന്ത്രി പറഞ്ഞു.
ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിനിരയായ ശ്രീദേവി അമ്മയെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പൂജാമുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മാന്നാറിലെ ഒരു മുൻ പഞ്ചായത്ത് അംഗം അടക്കമുള്ള 2 സ്ത്രീകളുടെ നേതൃത്വത്തിൽ ശ്രീദേവി അമ്മയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി നേരത്തെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണ് എന്നാണ് പോലീസ് പറയുന്നത്. വളരെ സാമർത്ഥ്യത്തിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നയിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയ ഒരു പൊതുപ്രവർത്തകയുമായിരുന്ന ആളായിരുന്നു ശ്രീദേവി അമ്മ. സാമ്പത്തിക തട്ടിപ്പുകാരുടെ ഭീഷണിയെ തുടർന്നാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീമതി ശ്രീദേവി അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ പോലീസ് അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ സാമർഥ്യത്തോടുകൂടി ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നയിച്ച് നാട്ടിലെ പൊതുജനങ്ങൾക്കിടയിൽ വളരെയേറെ മതിപ്പുണ്ടാക്കിയ ഒരു പൊതുപ്രവർത്തകയായിരുന്നു ശ്രീമതി ശ്രീദേവി അമ്മ. തൊഴിൽ കൊടുക്കാൻ വേണ്ടി ചില സംരംഭങ്ങൾ ആരംഭിച്ചാൽ അതുവഴി നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ലഭ്യമാക്കും എന്ന നാമധേയത്തിൽ ചില ആളുകൾ ശ്രീമതി ശ്രീദേവി അമ്മയെ സമീപിക്കുകയും അതിൻ്റെ ഭാഗമായി തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി പൊതുപ്രവർത്തക എന്ന നിലയിൽ മുൻകൈ എടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുറച്ച് പണം ചില വ്യക്തികളിൽ നിന്ന് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ വാങ്ങുകയും സമയത്ത് ആ പണം തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ പണം നൽകിയ ആളുകൾ ശ്രീദേവി അമ്മയെ സമീപിക്കുകയും ചെയ്തു. ശ്രീദേവി അമ്മ മാതൃകാപരമായി പ്രവർത്തിച്ചവരുടെ വീടും സ്ഥലവും വിറ്റ് ഈ ഇടപാടിൽ ഭാഗവാക്കായ അവർ പറഞ്ഞതനുസരിച്ച് പണം കൊടുത്ത ആൾക്ക് വീട്ടുകയും അതുവഴി അവർ മാനസികമായി വലിയ തരത്തിലുള്ള ഒരു തകർച്ചയിലേക്ക് പോവുകയും ചെയ്തു. ചില തെറ്റിദ്ധാരണകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ശ്രീദേവി അമ്മയിൽ നിന്നും മറ്റു പലരിൽ നിന്നും ഇവർ പണം പറ്റിയിട്ടുള്ളത്. പണം തിരികെ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ മനോവിഷമവും തട്ടിപ്പുകാരുടെ ഭീഷണിയും മൂലമാണ് ശ്രീദേവി അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പലവിധ കാരണങ്ങൾ പറഞ്ഞ് സാധാരണക്കാരുടെ പണം തട്ടിയെടുക്കുന്ന ഗൂഢസംഘം മാന്നാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി പോലീസ് സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരരുതെന്ന് സാമ്പത്തിക തട്ടിപ്പിനിരയായി ജീവൻ ഒടുക്കേണ്ടി വന്ന ശ്രീദേവി അമ്മയുടെ മകൾ ശ്രീജ മാധ്യമങ്ങളോടായി പറഞ്ഞു. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണി മൂലമാണ് ഒരു നല്ല പൊതുപ്രവർത്തകയുടെ ജീവൻ നഷ്ടമായതെന്ന അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുരട്ടിക്കാട് ഓംകാറിൽ VK ശ്രീദേവി അമ്മ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക തട്ടിപ്പ് കൂടാതെ ഈ സംഘത്തിന്റെ ഭീഷണി കൂടി മൂലമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തട്ടിപ്പ് സംഘം പലതവണയായി 65 ലക്ഷത്തോളം രൂപ ശ്രീദേവി അമ്മയിൽ നിന്നും അപഹരിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. മാന്നാറിലെ മുൻ വനിതാ പഞ്ചായത്ത് അംഗവും മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നായി പലരിൽ നിന്നും 3 കോടി രൂപയോളം ഇവർ തട്ടിയെടുത്തിട്ടുള്ളതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ സംഘത്തിന്റെ ഭീഷണി മൂലമാണ് ശ്രീദേവി അമ്മ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരരുതെന്ന് സാമ്പത്തിക തട്ടിപ്പിനിരയായി ജീവൻ ഒടുക്കേണ്ടി വന്ന ശ്രീദേവി അമ്മയുടെ മകൾ ശ്രീജ മാധ്യമങ്ങളോടായി പറഞ്ഞു. നമ്മൾ പോയി എല്ലാ റെസിപ്റ്റും ഒപ്പിടിപ്പിച്ച് കൃഷ്ണനെ ഒപ്പിടിപ്പിച്ച് നമ്മൾ തന്നെ പൈസ കൊടുത്താണ് നമ്മളെല്ലാം എടുത്തത്. കാരണം നമ്മുടെ ഏറ്റവും വലിയ ഇതായിരുന്നു ഒന്നും പറയാൻ മറ്റുള്ള സമയം ആളുടെ അങ്ങനെ നമ്മൾ തന്നെ കാശ് മുടക്കി അതറിയാതെ കൂടിയിട്ട് പൈസ വെച്ചിട്ടാണ് നമ്മൾ ഈ അവരിൽ ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇൻഷുറൻസ് ഓഫീസർ നാളെ തന്നെ ചേച്ചിയുടെ അപ്രൂവ് ആവും. പക്ഷേ ചേച്ചി പൈസ തന്നില്ലെങ്കിൽ എന്ത് പറ്റും? ചേച്ചിയുടെ ലോൺ കിട്ടത്തില്ല. ലോൺ കിട്ടിയില്ല എന്ത് പറ്റും? ചേച്ചിയുടെ കാശ് വെച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് കിട്ടാനില്ലേ നമ്മൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പരിധി കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ കണ്ടുകൊടുക്കും. ഇനി അമ്മ എന്തൊക്കെയോ ചെയ്യും, ആരുടെയൊക്കെയോ പോയി കാശ് വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ നമ്മുടെ ഈ സ്വർണ്ണമൊക്കെ കൊടുത്ത് സെറ്റിലായ ശേഷം ഒരമ്മേനെ കണ്ടു. അമ്മയാണെങ്കിൽ അപ്പോൾ അതിന് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാവരുടെയും മുന്നിൽ പോയി കൈ നടത്തി. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയുടെ സമ്മർദ്ദത്താൽ ഒരു നല്ല നേതാവിനെയാണ് നഷ്ടമായതെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ അരുൺ മുരുകൻ പറഞ്ഞു. നമ്മുടെ മാന്നാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിനിരയായിട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ ഏറ്റവും ഈ നാടിന് തന്നെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീദേവി അമ്മ. ഈ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിൻ്റെ വലിയ ക്രൂരമായ അവരുടെ തട്ടിപ്പിനിരയായിട്ട് ഏതാണ്ട് വലിയൊരു തുക, ലക്ഷക്കണക്കിന് തുക അവരിൽ നിന്ന് അവർ തട്ടിയെടുക്കുകയുണ്ടായി. അതേസമയം തട്ടിപ്പ് സംഘത്തിന്റെ ചെയ്തികൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടും പോലീസിന്റെ കൃത്യമായ അന്വേഷണം ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്.
ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിന് ശേഷം അണുബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ കാരണക്കാരായവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ജനകീയ ജാഗ്രതാ സമിതി. ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും ആവശ്യം. യുവതിയുടെ മരണത്തിന് കാരണക്കാരായ ഡോക്ടർമാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ജാഗ്രതാ സമിതി പ്രതിഷേധ സമരം നടത്തി. ആശുപത്രി മാനേജ്മെന്റിൽ പ്രാഗൽഭ്യം നേടിയ ഒരാളെ ചുമതല നൽകി ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ സമരത്തിൽ ഉന്നയിച്ചു. അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല സമരം ഉദ്ഘാടനം ചെയ്തു. ഷിബിരയുടെ മൂന്നാം ചരമദിനമാണ്. ഒരു ഓർമ്മയായി, ഒരു ചില്ലിട്ട ചിത്രമായി നമുക്ക് മുന്നിൽ ഷിബിര മാറുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അതിവിടെ വരണമെന്ന് ആഗ്രഹിച്ച, അതിനുവേണ്ടി ഇവിടെ സ്ഥലം സംഭാവന ചെയ്ത, അതിനുവേണ്ടി ഈ ഒണ്ടാനത്തേക്ക് ആശുപത്രി കൊണ്ടുവരുവാൻ വേണ്ടി സമരം ചെയ്ത, ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമായി കണ്ടു കരുതി അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച ഒരു ആശുപത്രിയിലാണ് ഇത്തരം പാവപ്പെട്ട മനുഷ്യർക്ക് ഇത്തരം ദാരുണമായ അവസ്ഥകൾ ഉണ്ടാകുന്നത്, അന്ത്യങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കാഷ്വാലിറ്റിയിൽ വന്നു ചേരുന്ന, ഈ ആംബുലൻസിൽ തിരക്കിട്ട് പലയിടത്തുനിന്നായി വന്നു ചേരുന്ന രോഗികൾക്ക് എന്ത് കെയറാണ്, എന്ത് ശ്രദ്ധയാണ്, എന്ത് ചികിത്സയാണ് ഇവിടെ ലഭ്യമാകുന്നത്? ഒരു സീനിയർ ഡോക്ടർ പോലും ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആലപ്പുഴ ആശുപത്രിയിൽ ഈ തെക്കുവിടക്ക് ഇത്രയും ദൂരം നാഷണൽ ഹൈവേയുള്ള ഏത് നിമിഷവും അപകടങ്ങൾ ഉണ്ടാകുന്ന, അപകടങ്ങൾക്കിരയാകുന്നവരെ ആദ്യം കൊണ്ടുവരുന്ന ഈ ആശുപത്രിയിൽ ഒരു സീനിയർ ഡോക്ടർ പോലും കാഷ്വാലിറ്റിയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറില്ല എന്നുള്ളത് ഒരു ദാരുണമായ അവസ്ഥയാണ്. യോഗത്തിൽ ഹംസ കുഴിവേലി അധ്യക്ഷനായിരുന്നു. KR തങ്കജി, UM കബീർ, സദറുദ്ദീൻ, അനിൽ വെള്ളൂർ, D ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ സ്വദേശിനി 31 വയസ്സുള്ള ഷിബിനെയാണ് പ്രസവം കഴിഞ്ഞ് അണുബാധയേറ്റ് മരിച്ചത്. പുളിങ്കുന്ന് പഞ്ചായത്ത് 6-ാം വാർഡ് മാടാമ്പാക്കൽ പ്രദേശത്ത് കുറച്ചു ദിവസം കുടിവെള്ള വിതരണം മുടങ്ങിയത് വണ്ടിയുടെ സാങ്കേതിക തകരാർ മൂലമായിരുന്നെന്ന് വാർഡ് മെമ്പർ മുൻ വൈസ് പ്രസിഡന്റുമായ പുഷ്പ ബിജു. സർക്കാർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം KCV ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു പുഷ്പ ബിജു. പുളിങ്കുന്ന് പഞ്ചായത്ത് 6-ാം വാർഡിലെ മാടാമ്പാക്കൽ പ്രദേശത്തെ 30ഓളം വീട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത് കഴിഞ്ഞ ദിവസം KCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും വണ്ടിയുടെ സാങ്കേതിക തകരാറ് മൂലം കുറച്ചു ദിവസം വിതരണം മുടങ്ങിയെന്നും പുഷ്പ ബിജു പറഞ്ഞു. അതിന് പരിഹാരമായി അവിടേക്ക് ഇപ്പോൾ കൂടുതൽ വെള്ളം വിതരണം ചെയ്തതായും വാർഡ് മെമ്പർ അറിയിച്ചു. KCV ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് നിവാസികളായ മാടാമ്പാക്കൽ നിവാസികൾ ഇന്നലെ KCV ന്യൂസിൽ കൊടുത്ത ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള കുടിവെള്ള വിതരണം എല്ലാ വാർഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ വാർഡിലും വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ വണ്ടിയുടെ ചില സാങ്കേതിക തകരാറ് മൂലം ഏതാണ്ട് 10 ദിവസം നമുക്ക് കുടിവെള്ള വിതരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും മാടാമ്പാക്കൽ കുടിവെള്ള വിതരണം നടത്തിയിരുന്നു. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. വർഷത്തിലൊരിക്കൽ വണ്ടിയിലോ വള്ളത്തേലോ കൊടുക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം തീരുന്നില്ല. അവർക്ക് ശാശ്വതമായ പൈപ്പ് ലൈൻ തന്നെ ഇട്ട ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സർക്കാർ ശ്രദ്ധയിൽ പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടനാടിനെ സംബന്ധിച്ചോളം എല്ലാ തോടുകളും 2 ആൾ പൊക്കത്തിൽ ഓളം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. 2008 തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ സമയത്ത് നമ്മൾ ഇടത്തോട്ടിലെ പോളകൾ വാരി നീരൊഴുക്ക് വർദ്ധിപ്പിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു പ്രവൃത്തി വീണ്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടെങ്കിൽ, അതായത് 6 മാസം കൂടിയിരിക്കുമ്പോൾ ആ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ചെറിയ ഒരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഒരു താൽക്കാലിക പ്രശ്നപരിഹാരം മാത്രമാണെന്നും സർക്കാർ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പുഷ്പ ബിജു ആവശ്യപ്പെട്ടു. പോള തിങ്ങി നാട്ടുതോടുകൾ മലിനമാകാതിരിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അവർ ആവശ്യമുന്നയിച്ചു. കൊടുപ്പുന്ന സെന്റ് ജോസഫ് ഇടവക പള്ളിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് കൊടിയിറങ്ങി. പ്രധാന തിരുനാൾ ദിനമായ മെയ് 1 പ്രദക്ഷിണത്തിലും മറ്റ് തിരുക്കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
ഏപ്രിൽ 19 വെള്ളിയാഴ്ച മുതൽ പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു. ഏപ്രിൽ 27 ശനിയാഴ്ച വരെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജപമാലയും നൊവേനയും തുടർന്നു. 28 ഞായറാഴ്ച രാവിലെയായിരുന്നു കൊടിയേറ്റ്. പ്രധാന തിരുനാൾ ദിനമായ മെയ് 1 ബുധനാഴ്ച രാവിലെ 10 പുളികുന്നുപള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കളത്തിവീട്ടിൽ ആഘോഷമായ റാസ കുർബാന അർപ്പിച്ചു. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വചന സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു തിരുനാൾ പ്രദക്ഷിണം. പ്രദക്ഷിണം സമാപിച്ചപ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങി. തുടർന്ന് വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തിലുള്ള ഊട്ടുനേർച്ച നടത്തി. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് AGD ജുവലറിയുടെ പുതിയ ഷോറൂം ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. MC റോഡിൽ ധന്യരമ്യ തിയേറ്ററിന് സമീപമാണ് ജുവലറി തുറന്നത്. ജുവലറിയുടെ ഉദ്ഘാടനം വ്യത്യസ്തമായ രീതിയിലാണ് നടത്തിയത്. ഉദ്ഘാടന ദിവസം നടത്തിയ നറുക്കെടുപ്പിൽ സമ്മാനാർഹരായവർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന വേളയിൽ നിരവധി പേരാണ് ചങ്ങനാശ്ശേരിയിൽ തടിച്ചുകൂടിയത്. ഡയമണ്ട് നെക്ലസ് നറുക്കുവീണ ചിങ്ങവനം സ്വദേശിനി KS സിനു ഡയമണ്ട് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 പവൻ സ്വർണം നറുക്കുവീണ ചെങ്ങന്നൂർ സ്വദേശി ബിനോദിനായിരുന്നു ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അവസരം കിട്ടിയത്. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് അടുത്ത ഇത് വളരെ വളരെ ഒരു ട്വിസ്റ്റോട് ക്ലൈമാക്സ് ആയിരിക്കും. അടുത്ത വിന്നർ മൊബൈൽ നമ്പറും പേരും മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് 515 എന്ന പേരിലാണ്. അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്യുന്ന മുമ്പായി 515 ഇതാണ് മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഈ നമ്പറിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 515 പേര് വിനോദാണ്. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, നഗരസഭാ അധ്യക്ഷ ബീന ജോബി, NSS ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഹരികുമാർ കോയിക്കൽ, SNDP യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, പുതുർപ്പള്ളി മസ്ജിദ് പ്രസിഡന്റ് PS മുഹമ്മദ് ബഷീർ ഹാജി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങനാശ്ശേരി മേഖലാ പ്രസിഡന്റ് ജോൺസൺ ജോസഫ് പ്ലാന്തോട്ടം, AGD ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ, MD ഷഫീഖ്, മാനേജർ അനസ് എന്നിവർ പങ്കെടുത്തു. വെരൂർ സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രം. ചൊവ്വാഴ്ച വൈകുന്നേരം 5 അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൊവ്വാഴ്ച 5:45 പ്രഭാത പ്രാർത്ഥനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകുന്നേരം 4:30 റംസായ്ക്ക് ശേഷമായിരുന്നു വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സമാപിച്ചപ്പോൾ തിരുനാൾ സംബന്ധമായ സപ്ലിമെന്റ് മാർ തോമസ് തറയിൽ പ്രകാശനം ചെയ്തു. തുടർന്നായിരുന്നു ആഘോഷമായ ജപമാല പ്രദക്ഷിണം. പ്രദക്ഷിണത്തിലും മറ്റ് തിരുക്കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 5 പ്രധാന തിരുനാൾ ദിനം. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6540 രൂപ, പവന് 52,320 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.